So good morning future managers, welcome to our channel MBA Chaser. So ഇന്ന് നമ്മളെ സീരീസിൻ്റെ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ സീരീസിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ്. ഇതുവരെ കണ്ടിട്ടില്ല ഈ വീഡിയോ, നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് വരണം. അത് അതിൻ്റെ ബേസിക്സ് ആണ്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പം പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാക്ടേഴ്സ്, രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് എന്തോന്നാണ്, only two ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രൈം നമ്പേഴ്സ് എന്നും ഗ്രേറ്റർ ദാൻ ടു ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നുമായിരിക്കും പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഒരു സംഖ്യ എടുക്കുകയാണ്, 6 എന്ന് പറഞ്ഞൊരു ഡിജിറ്റ്. സോ അതിന് നമ്മൾ അതിൻ്റെ ഫാക്ടേഴ്സും എടുക്കുകയാണ്, അതിൻ്റെ മൾട്ടിപ്പിൾസും എടുക്കുകയാണ്. എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 6-നേയും കാട്ടി ചെറുതായിരിക്കും. ആ നമ്പർ ഏതോ ആ നമ്പറിനെയും കാട്ടി ചെറുതുമായിരിക്കും. ആ നമ്പറിന് ഈ ചെറിയ നമ്പേഴ്സും അതിന് ഈക്വലും എന്ന് പറയുമ്പം ഈ 6 വെച്ച് 6ന് ഡിവിസിബിൾ അല്ലേ, അതേപോലെ 6ന് എന്തെല്ലാം ഫാക്ടേഴ്സ് നമ്പേഴ്സ് വെച്ച് ഡിവിസിബിൾ ആണോ അതിനാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 1, 2, 3, 4 പോവോ? 6 ഇല്ല. അങ്ങനെ 6 വെച്ച് 1 ഡിവിസിബിൾ അല്ലേ, 6 വെച്ച് 2 ഡിവിസിബിൾ അല്ലേ, 3 വെച്ചിട്ട് 6 ഡിവിസിബിൾ അല്ലേ, 6 വെച്ചിട്ട് 6 ഡിവിസിബിൾ അല്ലേ? ശരിയാണ്, എല്ലാം ഡിവിസിബിൾ ആണ്. സോ സ്മാളർ ദാൻ 6 ആയിരിക്കണം, ഈക്വൽ ടു 6 ആയിരിക്കണം, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ നമ്പേഴ്സ് ആയിരിക്കണം, ഫാക്ടേഴ്സ് ആയിരിക്കും. പിന്നെ അതിൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പം 6, 12, 18, 24, 30 അതൊക്കെയാണ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ അത് നമുക്ക് എന്താണെന്ന് പറയാം. ആദ്യം നമുക്കൊരു നമ്പർ എടുക്കാം. 18ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പം 18. സോ 18 എത്ര വെച്ച് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഡിവൈഡഡ് ബൈ 9, ദെൻ 3, അടുത്ത് വീണ്ടും 3, ദെൻ 3, അടുത്ത് ഇത് മനസ്സിലായല്ലോ. 8 വെച്ച് എൽസിയം ആണെന്ന് വിചാരിച്ചു. എൽസിയം ആണ് 18, 2 വെച്ച് ചെയ്യാൻ പറ്റും 9 ആവും. ദെൻ 9 3 വെച്ച് ചെയ്യാൻ പറ്റും, 3ൻ്റെ ബാക്കി 3 കിട്ടും. സോ 3 വെച്ച് ചെയ്യാൻ പറ്റും 1 ആണ്. സോ ഇനിയാണ് നമ്മൾ ഈ 3 ഇവിടെ പറഞ്ഞ 3 എണ്ണവും പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 24 ഇത് ഈ സൈഡിൽ പറഞ്ഞ എല്ലാം പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. സോ 24 2 വെച്ച് ചെയ്യാൻ പറ്റും 12, 2 വെച്ച് ചെയ്യാൻ പറ്റും 6, 2 വെച്ച് ചെയ്യാൻ പറ്റും 2, ദെൻ 3 വരും. അത് 3 വെച്ച് ചെയ്യാൻ പറ്റും ഡിവൈഡ് ബൈ 1. അപ്പം നമ്മളെ പ്രൈം ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2, 2, 2, 3. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതണത്? 18 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 3. അതിനെങ്ങനെയാണ് 2 റൈസ് ടു 1 ഇൻറ്റു 3 റൈസ് ടു 2 എന്ന് പറയുമ്പോൾ എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 1 + 1 2. അപ്പം നമ്മളെങ്ങനെ 2നെ എഴുതും, 24നെ എഴുതും, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പം 2 റൈസ് ടു 3 ഇൻറ്റു 3 റൈസ് ടു 1. ഇത് നമ്മൾ 6ലോ 7ലോ ഒക്കെ പഠിക്കണം. 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ ഇതിനെ പറ്റി പഠിക്കണം. ഇത് ജസ്റ്റ് LCM ആണ്. പക്ഷേ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പം അതിൻ്റെ ഫ്രണ്ടിലുള്ളതെല്ലാം പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എനി പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. എന്താണ് ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പം അതിൻ്റെ റൂട്ട് കാണും. എന്ന് പറയുമ്പോൾ റൂട്ട് 64, റൂട്ട് 144, റൂട്ട് 9 ഇതെല്ലാം ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. എന്ന് പറയുമ്പം 8, 12, 3 ഇതിനെല്ലാം ഓരോ വാല്യൂസ് കിട്ടും. മനസ്സിലായോ? സോ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പം ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ 64 ആണ് നമ്മൾ എടുക്കുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ 64 ആണ് നമ്മൾ എടുക്കുന്നത്. സോ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? 64. സോ 2 വെച്ചാണെങ്കിൽ 32, വീണ്ടും 2 വെച്ച് 16, 2 വെച്ചിട്ട് 8, വീണ്ടും 2 വെച്ച് 4, എഗെയിൻ 2 വെച്ച് 2, 2, എഗെയിൻ 1. സോ 64 എന്ന് പറയുന്നത് 64 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ എത്രയാണ്? 2 റൈസ് ടു 6 അല്ലേ? ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്നറിയാമോ?
ഈ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ നമ്പറിൻ്റെ പവർ വന്നിട്ട് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. എഴുതി വെച്ചോ, പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ നോട്ടായിട്ട് എഴുതി വെച്ചോ. ഇൻ ദി കണ്ടീഷൻ ഇൻ ദി കേസ് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ ദി പ്രൈം ഫാക്ടറൈസേഷൻ പവർ വിൽ ബി ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 49 എടുത്ത് നോക്കാം. 49ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ 7 വെച്ച് ചെയ്യാൻ പറ്റും. 7 ദെൻ 7 1. അപ്പം ഇത്ര 49ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ എഴുതും? 7 സ്ക്വയർ എന്ന് എഴുതും. അപ്പം 2 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ അല്ലേ, അപ്പോൾ അതൊരു എന്തോന്നാണ്, പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇങ്ങനെ ആയിരിക്കും എക്സാംസിന് പറഞ്ഞത്. 18 ഇൻറ്റു ഒരു നമ്പർ ഈക്വൽ ടു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്നായിരിക്കും ചോദിക്കണം. സോ ഇത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാമോ? സോ നമുക്ക് 18 എടുക്കാം. സോ 18ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് കണ്ടുപിടിക്കാം ആദ്യം. സോ 2 വെച്ച് ചെയ്യാൻ പറ്റും 9, 3 വെച്ച് ചെയ്യാൻ പറ്റും 3, ദെൻ 3 വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. സോ 18ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? 2 ഇൻറ്റു 3 ഇൻറ്റു 3. സോ 2 റൈസ് ടു 1 ഇൻറ്റു 3 റൈസ് ടു 2. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ? അല്ല. കാരണം എന്താണ്? 2 റൈസ് ടു 1 ആണ് വന്നിട്ടുള്ളത്. 2 റൈസ് ടു 2 വന്നാലേ പവർ എപ്പോഴും ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം. ഈ 3 റൈസ് ടു 2 ശരിയാണ്, 2 റൈസ് ടു 1 തെറ്റാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ മൊത്തത്തിൽ ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര? 2 റൈസ് ടു 2 ഇൻറ്റു 3 റൈസ് ടു 2. അപ്പം എത്ര വെച്ച് ചെയ്താലാണ് ഇതിൽ കിട്ടുന്ന ആൻസർ? സോ നമ്മളെ ലീസ്റ്റ് നമ്പർ എത്രയാണ്? 2 ആണ് നമ്മളെ ലീസ്റ്റ് നമ്പർ. സോ ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യും? 4 ഇൻറ്റു 9 എത്ര? 36. അതല്ലേ നമ്മളിവിടെ 18 ഇൻറ്റു 2. ഇത് നമുക്ക് ഇതിനെ ഈവൻ നമ്പർ ആക്കിയാൽ മതി. അതിന് ഏതൊരു നമ്പറും നമുക്ക് എടുക്കാം. ഇപ്പം നമുക്ക് കിട്ടിയത് 2 റൈസ് ടു 1 3 സ്ക്വയർ ഇൻറ്റു നമ്മൾ ഇൻറ്റു 3 ചെയ്യാണ്. 2 റൈസ് ടു 3 ഇപ്പം എത്രയാണ്? 2 റൈസ് ടു 4 ഇൻറ്റു 3 റൈസ് ടു 2 എന്ന് കിട്ടുകയാണ്. അപ്പം 16 ഇൻറ്റു 9 എത്രയാണ്? 414. അപ്പം ഇത് നമ്മൾ ലീസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ ലീസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ 2 എന്ന് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് 2 പറഞ്ഞാൽ ഏതൊരു ടേം വേണോ എടുക്കാൻ പറ്റും. അതിന് പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നാൽ മാത്രം മതി. ഈ പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ വേണ്ടി നമ്മൾ ഈവൻ നമ്പർ ആയിരുന്നാൽ മതി, പവർ. അതാണ് നമ്മളെ ഷോർട്ട് കട്ട്. സോ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണ്. 42 ഇൻറ്റു ഒരു നമ്പർ, അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം, പക്ഷേ അത് ലീസ്റ്റ് നമ്പർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ നേരത്തെ വരച്ചതുപോലെ 42ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 21 പിന്നെ 3 വെച്ച് 7 വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇൻറ്റു 1. അപ്പോൾ എത്ര? 42 ഈക്വൽസ് ടു 2 ഇൻറ്റു 3 ഇൻറ്റു 7. സോ ഇത് 3ഉം ഇതിൻ്റെ 3ൻ്റെ പവർ എത്രയാണ്? ഓഡ് നമ്പറാണ്. സോ നമ്മൾ എന്തോ ചെയ്യും? 2 ഇൻറ്റു 3 ഇൻറ്റു 7 ചെയ്യും. എങ്കിലല്ലേ നമ്മൾ ഏറ്റവും ലീസ്റ്റ് നമ്പർ കിട്ടുള്ളൂ, ലീസ്റ്റ് ഈവൻ പവർ കിട്ടുള്ളൂ, ലീസ്റ്റ് നമ്പർ കിട്ടുള്ളൂ. സോ 2 റൈസ് ടു 2 ഇൻറ്റു 3 റൈസ് ടു 2 ഇൻറ്റു 7 റൈസ് ടു സ്ക്വയർ എന്ന് കിട്ടുള്ളൂ. സോ നമ്മളെ ലീസ്റ്റ് നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 2 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്രയാണ്? 42. 42. അപ്പം ഇത് പെർഫെക്റ്റ് സ്ക്വയർ എത്രയെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തോ ചെയ്യും? 42 ഇൻറ്റു 42 കണ്ടുപിടിക്കണം. 42 ഇൻറ്റു 42ൻ്റെ സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണത്? നമ്മൾ എപ്പോഴും പറയണതാണ് ഈ സ്ക്വയർ പഠിക്കണേന്ന്. അപ്പം 25 മൈനസ് 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64. അപ്പം 17 കിട്ടും. സോ 64 ആണ് നമ്മുടെ ആൻസർ. സോ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് നമ്മൾ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് നമ്മൾ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 42ൻ്റെ സ്ക്വയർ നമ്മൾ 42 അല്ല ഏതൊരു നമ്പർ 75ന് താഴെയുള്ള ഒരു നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 50 മൈനസ് 42 എത്രയാണ്? 8. സോ നമ്മൾ 25 എടുക്കും. 25ൽ നിന്ന് 8 മൈനസ് ചെയ്യും. അപ്പോൾ എത്രയാണ്? 17. ഇപ്പം 50നെക്കാട്ടി കൂടുതലാണെങ്കിൽ 25ൽ നിന്ന് പ്ലസ് 8 ആയിരിക്കും, പ്ലസ് ആ നമ്പർ ആയിരിക്കും. അപ്പോൾ എത്രയാണ്? 17. സോ ഈ നമ്പറിൻ്റെ സ്ക്വയർ നമ്മൾ ഇപ്പുറത്ത് എഴുതും 64. സോ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് 17 64 എന്ന് പറയുമ്പോൾ 1764 നമ്മൾ ആൻസർ. സോ നമ്മളെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? 1764 നമ്മളെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ വാല്യൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് മിക്കപ്പോഴും വരുന്നത്. സോ വാട്ട് ഈസ് ദി ലീസ്റ്റ് നാച്ചുറൽ നമ്പർ ബൈ വിച്ച് 1920 must be multiplied so that the product is an perfect square? രണ്ടാമത്തെ പെർഫെക്റ്റ് ക്യൂബ്.
അപ്പോൾ ഈ 920 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുകയാണ്. സോറി, ഇതൊരിക്കലും മാറ്റട്ടെ. പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുകയാണ്. സോ ഇത് 2 വെച്ച് ചെയ്യാൻ പറ്റും. 9 6 2 ദെൻ 4 8 2 0. സോ 2 വെച്ച് വീണ്ടും 240, വീണ്ടും 2 വെച്ച് 120, വീണ്ടും 2 വെച്ച് 60, ദെൻ വീണ്ടും 2 വെച്ച് 30, ദെൻ വീണ്ടും 2 വെച്ച് 15, ദെൻ 3 5, വീണ്ടും 5 വെച്ച് 1. സോ ഇതൊക്കെ നമുക്കൊരു പ്രൈം നമ്പേഴ്സ് ആണോ എന്ന് നോക്കാം. സോ നമ്മുടെ 920 എന്ന് പറയുന്നത് 2 × 2 × 2 × 2 × 2 × 2 2 4 6 7 ദെൻ 3 × 5. സോ 2⁻7 × 3 × 5. സോ നമുക്ക് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തേത് പെർഫെക്റ്റ് സ്ക്വയർ, ലീസ്റ്റ് നമ്പർ ബൈ വിച്ച് 920 മസ്റ്റ് ബി എ മൾട്ടിപ്പിൾ സോ ദാറ്റ് ദി പ്രോഡക്റ്റ് ഈസ് എ സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ. സോ നമുക്ക് 2⁻7 × 3 × 5. സോ ഇതെല്ലാം ഇതിൻ്റെ പവർ എല്ലാം ഒരു ഈവൻ നമ്പർ ആണോ എന്ന് നോക്കണം. 7 ഒരു ഈവൻ നമ്പർ ആണോ? അല്ല. 1 ആണോ? അല്ല. സോ നമ്മൾ എന്തോ ചെയ്യും? 2⁻1 × 3⁻1 × 5⁻1. സോ 2⁻8 × 3⁻2 × 5⁻2. ഇത് 3ഉം 8 2 2 ഇത് 3ഉം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 1 7 2 8 0 0 0. സോ ഇതിൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 120യുടെ ക്യൂബ് റൂട്ട് അല്ലേ, ക്യൂബ് അല്ലേ? 1728000. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 2² × 3² × 5². സോ 4 × 9 × 25. അപ്പോൾ എത്രയാണ്? 4. ഇത് നമ്മൾ പെട്ടെന്ന് എങ്ങനെ ചെയ്യും? 25/4 ദെൻ 4ഉം 4ഉം വെട്ടിപ്പോവും. 900 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? സോ നമ്മൾ ക്യൂബ് റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പവർ ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. സോ ഇതിൻ്റെ ഡിവിസിബിൾ ബൈ 3 ആക്കാൻ വേണ്ടി നമ്മൾ +2 എല്ലായിടത്തും ചെയ്തു. × 2² × 3² × 5² എന്ന് പറഞ്ഞ്. അപ്പം 3യുടെ പവർ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കണക്കിനായി. സോ ആ വാല്യൂവിനാണ് നമ്മൾ പെർഫെക്റ്റ് ക്യൂബ്. സോ അതിൻ്റെ ലീസ്റ്റ് നമ്പർ എത്രയാണ്? 2² × 2 3² × 5² ചെയ്യും. അപ്പം ടോട്ടൽ എത്ര? 900 എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ വാട്ട് ഈസ് ദി ലീസ്റ്റ് നാച്ചുറൽ നമ്പർ ബൈ വിച്ച് 3⁻9 ആൻഡ് 5⁻13. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡയറക്റ്റ്ലി കിട്ടിയിട്ടുണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട കാര്യമില്ല. മസ്റ്റ് ബി ഡിവൈഡഡ് സോ ദി റിമൈൻഡർ ഈസ് 0 ആൻഡ് ദി കോഷ്യന്റ് ഈസ് ആൻഡ് പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് പെർഫെക്റ്റ് ക്യൂബ്. ഇത് രണ്ടും കണ്ടുപിടിക്കേണ്ടതാണ്. സോ ആദ്യം നമുക്ക് പറഞ്ഞു തരേണ്ടത് ഡിവിഷൻ്റേതാണ്. സോ എന്താണ് നമ്മൾ ഇവിടെ എഴുതുന്നത്? ഇവിടെ എന്തോന്നാണ്? ഡിവിഡൻ്റ് ആണ്. സോ ഡിവൈസർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഒരു ഡിവിഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ എന്തോന്ന് വരും? മേളിൽ എന്തോന്ന് വരും? മേളിൽ കോഷ്യൻ്റ് എന്താണ്? കോഷ്യൻ്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ചെയ്യുമ്പോൾ എന്തോന്ന് കിട്ടും? റിമൈൻഡർ കിട്ടും. സോ എഴുതി വെച്ചോ. ഡിവിഡൻറ്റിനെയാണ് ഡിവൈസർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് കിട്ടും. അതിൻ്റെ താഴെ അതിൻ്റെ റിമൈൻഡറും കിട്ടും. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്ത് വെച്ചിട്ട് പഠിക്കേണ്ടതാണ്. കാരണം ഇതായിരിക്കും നമ്മളെ പരീക്ഷയിൽ കുറേ അടുത്ത് ചോദിക്കണം. സോ എന്തോന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കണം? മസ്റ്റ് ബി ഡിവൈഡഡ്. നേരത്തെ എല്ലാം എന്തോന്നാണ്? മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഡിവിഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡിവിഡൻറ്റും റിമൈൻഡറും കോയിഫിഷ്യൻ്റ് എല്ലാം പറഞ്ഞു തന്നത്. സോ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ പവർ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ പെർഫെക്റ്റ് സ്ക്വയർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമ്പർ എന്തോന്നാണ്? 3⁻9 5⁻13. സോ ഇത് ഡിവിസിബിൾ ബൈ 2 ആണോ? ഇല്ല. സോ 3⁻9 5⁻13 ഡിവൈഡഡ് ബൈ ഈ റിമൈൻഡർ 0 ആകണം. സോ ഇത് രണ്ടും 3ഉം 5ഉം വെച്ച് ചെയ്യാം. 8 9 - 1 എത്ര? 8. സോ 5 - 1 എത്ര? 12. സോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? 0 കിട്ടും. അപ്പം കോയിഫിഷ്യൻ്റ് എത്ര കിട്ടും? 3⁻8ഉം 5⁻12 എന്നുമായിരിക്കും നമ്മളാ കോയിഷ്യൻ്റ്.
സോ നമ്മളെ ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്തോന്നാണ് 3:1 5:1 ഇവിടെ കിടക്കണം ഇത്. സോ എത്രയാണ് 15 ആണ് നമ്മുടെ ആൻസർ. സോ അത് എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഓപ്ഷനിൽ കൊടുത്തിരിക്കും 3:1 5:1 എന്നും പറഞ്ഞ് കൊടുത്തിരുന്നാൽ മതി. സോ നമുക്ക് പെർഫെക്റ്റ് ക്യൂബ് എന്തോന്നെന്ന് നോക്കാം. പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുമ്പം 3:9 ഒരു 9 ഡിവൈഡഡ് ബൈ 3. അപ്പം 9 വെച്ച് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? സോ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ 5:13 3 വെച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. സോ 5:1. സോ 3:9 5 മൈനസ് 12. സോ 9ഉം 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 12ഉം 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ആൻ പെർഫെക്റ്റ് ക്യൂബാണ്. സോ നമ്മളെ ലീസ്റ്റ് നമ്പർ എത്രയാണ്? ലീസ്റ്റ് പെർഫെക്റ്റ് ക്യൂബിൻ്റെ ലീസ്റ്റ് സ്ക്വയർ എത്രയാണ്? ലീസ്റ്റ് നമ്പർ എത്രയാണ്? 5:1 എന്ന് പറയുമ്പോൾ 5 ആണ് നമ്മളെ ലീസ്റ്റ് നമ്പർ എന്ന് പറയുമ്പം പെർഫെക്റ്റ് സ്ക്വയറിനാണെങ്കിൽ നമ്മൾ അതിൻ്റെ പവർ ഡിവൈഡഡ് ബൈ 2ഉം പെർഫെക്റ്റ് ക്യൂബ് ആണെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 3ഉം ആയിരിക്കും. സോ ഇതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ 3യിൽ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം 9 3 വെച്ച് ചെയ്യാൻ പറ്റും. സോ 13 3 വെച്ച് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 5:1 ചെയ്തത്. അപ്പം 3:9ഉം 5:11ഉം ആണ് നമ്മളെ കോയിഫിഷ്യൻറ്റ്. സോ നമ്മളെ ലീസ്റ്റ് നമ്പർ എത്രയാണ്? 5:1 ആണ് നമ്മളെ ലീസ്റ്റ് നമ്പർ.